ഋഷികേശിലാണ് നിൽക്കുന്നത്. ഗംഗാരതി കാണാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഗംഗാരതി കാണാൻ പോവുകയാണ്. പോവാൻ നിൽക്കുകയാണ്. ഗംഗാരതി കാണാൻ പോകുന്നതിന് മുമ്പായിട്ടൊന്ന് ലഞ്ച് കഴിച്ചാലോ? നല്ല റൊട്ടിയും പൊട്ടോറ്റോ കറിയും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ ലഞ്ചിനുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ ഋഷികേശ് കാണാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ പെയ്തിട്ട് ഒരു തണുത്ത ഒരു മൂടിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ആൻഡ് ഈവനിങ് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഗംഗാദേവി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. ഈ ചിരാതൊക്കെ കത്തിച്ച് ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ആ കാണുന്നത് ഹിമാലയ പർവ്വത നിരകളാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഋഷികേശിലെ മെയിൻ ഗംഗ ആരതി പൂജ കാണാൻ വന്നതായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട്. ആ സ്റ്റെപ്പൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് ഗംഗാരതി പൂജ കാണുക. അങ്ങനെ ഞങ്ങളും ആ സ്റ്റെപ്പിലൊക്കെ പോയിരുന്നു. ഒരുപാട് പേര് ഭജൻസൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന ഭജൻസൊക്കെ ഏറ്റുപാടി. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്ക് ഗംഗ ആരതി പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും ഈ വീഡിയോ കണ്ടാൽ 7 മണി ആയി എന്ന് പറയുമോ വൈകിട്ട്? കേരളത്തിലൊക്കെ 7 മണി ആകുമ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടാവുമല്ലേ. ഞങ്ങൾ ഈ ഉത്തരാഖണ്ഡ് പോയതിന് ശേഷം ശരിക്കും അന്തം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 7 മണി ആയാലും നല്ല വെളിച്ചം തന്നെയാണ്. മെയിൻലി ഹരിദ്വാറിലും ഋഷികേശിലൊക്കെ ഈ ഗംഗ ആരതി പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഇരുട്ടാവുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഗംഗ ആരതി പൂജ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പ്രാചീന രാമമന്ദിരത്തിലേക്കായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മൺ ഗുപ്ത എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗീതാശ്രമം കാണാനായിരുന്നു കേട്ടോ. ഗീതാശ്രമത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ ഹോൾ ഭഗവത്ഗീത ഒരു പേജിലായിട്ട് എഴുതി കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ബ്രഹ്മകമലവും റെഡ് ചന്ദനവും അതുപോലെ തന്നെ രുദ്രാക്ഷത്തിൻ്റെ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ആ മരങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഋഷികേശിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ശാന്തിനികേതൻ ആശ്രമത്തിലേക്കായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ആ ആശ്രമം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറും കഴിച്ച് കിടന്നു. ദാറ്റ്സ് ഓൾ.